വിശദമാക്കി അയാളെ തിരുത്താം. ഇതിൽ ഇസ്ലാം ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നരകം സ്വർഗം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഈ മതത്തിൽ നിർത്തുന്നത് ഇതിലേതാ, അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട എന്നല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാം മതത്തിൽ പിടിച്ചു നിർത്തുന്നത് സ്വർഗമാണോ നരകമാണോ? എത്ര പേര് നരകം സപ്പോർട്ട് ചെയ്യും? ഓക്കെ. എത്ര പേര് സ്വർഗം സപ്പോർട്ട് ചെയ്യും? സ്വർഗം കണ്ടിട്ടാണ് വിശ്വാസികൾ ഇസ്ലാം മതത്തിൽ നിൽക്കുന്നത്. കൈപൊക്കിയാൽ മതി. എത്ര പേരാണ് സ്വർഗത്തിൽ വിശ്വസിച്ചുകൊണ്ട്? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നരകമാണ് അവരുടെ പ്രശ്നം. പല ആളുകൾക്ക് വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേദനകൾ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ നരകം ആണ് വിശ്വാസികളെ ഇസ്ലാം മതത്തിനകത്ത് പിടിച്ചു നിർത്തുന്നത്. സ്വർഗം അതിന് ശേഷമേ വരൂ. ഇപ്പം ഞാനൊക്കെ മതം വിടുന്നൊരു സമയത്ത് സ്വർഗമൊന്നും നമ്മളെ കൺസിഡറേഷനേ ആയിരുന്നില്ല. പക്ഷെ നരകം പേടിയായിരുന്നു. ഇനി എങ്ങാനും പടച്ചോണ്ടെങ്കിലോ ആലോചിക്കണം. ഇതിപ്പോൾ നമ്മൾ ഹൈത്തമി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംവാദത്തിൽ, ഇനി എങ്ങാനും പടച്ചോണ്ടെങ്കിലോ അവിടെ നരകവും സ്വർഗമൊക്കെ ഉണ്ടെങ്കിലോ എന്ന്. ഇത് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികളെല്ലാവരും ലാസ്റ്റ് നമ്മൾ പോകാൻ നേരത്ത് ചോദിക്കുക. നമ്മളെ ഈ കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞു വിടുന്ന സമയത്ത് ലാസ്റ്റ് ചോദിക്കുന്നതാണ്, അങ്ങനെ പോകല്ലേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. അപ്പോൾ സ്വർഗം അവിടെ വിഷയമാവുന്നില്ല. അപ്പോൾ എങ്ങനെ ഈ നരകത്തിൽ നിന്ന് നമ്മൾ ആ ഭയത്തിൽ നിന്ന് പുറത്ത് കടന്നത്? ഞാനിത്ര ആലോചിച്ചുള്ളൂ. നരകഭയം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മൾ കുഴപ്പം ചെയ്താൽ, നമ്മൾ പ്രശ്നക്കാരനാണെങ്കിൽ അതിലിട്ട് പൊരിക്കും എന്നത് സത്യമാണെങ്കിൽ ഏറ്റവും ആദ്യം ഇത് ഫോളോ ചെയ്യേണ്ട ആളാരാ ഇസ്ലാമിൽ? മുഹമ്മദ് നബി. അപ്പോൾ നമ്മൾ എണ്ണാൻ തുടങ്ങി മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള പോക്കിരിത്തരങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതിന് കയ്യും കണക്കുമില്ല, എണ്ണാൻ തുടങ്ങിയ തീരാത്ത അവസ്ഥയാണ്. അപ്പം മനസ്സിലായി മൂപ്പർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നല്ല, നല്ല ധാരണയുണ്ട്, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള കാര്യത്തിൽ. അത് മനസ്സിലാക്കുന്നു. പുള്ളിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പിന്നെ പുള്ളിക്ക് അതില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാന്നുള്ള ചിന്ത വരുന്നു. മുഹമ്മദ് നബി അങ്ങ് ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്. പക്ഷെ അപ്പോഴും ഒരാളവിടെ ബാക്കി നിന്നു. ആരാ? അള്ളാഹുവിനെ പിന്നെ ഇറക്കി വിടാൻ കുറേ കൂടി സമയമെടുത്തു. കാരണം കള്ളപ്രവാചകനാവുമല്ലോ. ഇനി ഒറിജിനൽ പ്രവാചകൻ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ, അള്ളാഹു കറക്റ്റാണ്, പ്രവാചകനല്ലേ തെറ്റിയിട്ടുള്ളൂ. അപ്പോഴാണ് വീണ്ടും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സയൻറ്റിഫിക് ടെമ്പർ വർക്കൗട്ട് ആവുന്നത്. അള്ളാഹു ഉണ്ടെന്ന് നമുക്ക് എന്താ തെളിവ്? അള്ളാഹു ആണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, ഒരു ദൈവം ആരും ആയിക്കോട്ടെ, പേരേതോ ആയിക്കോട്ടെ, എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയും? അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം വരുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ മനസ്സിലായി ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഏത് ഗ്യാപ്പിലും കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഈ ഒരു ജന്തുവാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുന്നു. അതോടുകൂടി പുള്ളിക്കും സ്ഥാനമില്ല എന്ന് മനസ്സിലായി. ഇനി പുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അറിയിക്കട്ടെ എന്നുള്ളൊരു ലെവലിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് നരകത്തിനെ പേടിക്കുന്നത്? നരകത്തിൽ വേദനയുണ്ട്. എന്താ നരകത്തിലെ വേദന? 1400 വർഷങ്ങൾക്ക് മുന്നേ ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, നിങ്ങളുടെ തീയിലിട്ട് വേവിക്കും നമ്മളുടെ ഗ്രിൽ ചിക്കൻ, എന്നിട്ട് പുറത്തെടുത്തിട്ട് വീണ്ടും തൊലി തരും. ഓക്കെ. എന്നിട്ട് വീണ്ടും കത്തിക്കും. ഇത് ഖുറാനിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ പറയും, കണ്ടില്ലേ? നോസിസെപ്റ്റേഴ്സ്, നമ്മളുടെ പെയിൻ റിസെപ്റ്റേഴ്സ് എവിടെ ഇരിക്കുന്നത്? സ്കിന്നിലാണ്. ഒരിക്കൽ സ്കിൻ കത്തിപ്പോയാൽ പിന്നെ നിങ്ങളെ വീണ്ടും തീയിലിട്ടാൽ നിങ്ങൾക്ക് വേദന എടുക്കില്ല. അതുകൊണ്ടാണ് പടച്ചോൻ എന്ത് പറയണത്? വീണ്ടും തൊലി തരും, എന്നിട്ട് വീണ്ടും നിങ്ങളെ ഇടും. അപ്പോൾ നിങ്ങൾ 10 തവണ തീയിലിടുന്നുണ്ടെങ്കിൽ 10 തവണ നിങ്ങൾക്ക് തൊലിയും തരും. ഓക്കെ. ഇത്ര കഷ്ടമാണ് പടച്ചോൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ രീതിയിൽ വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് അവിടെ നരകം പോലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദന എന്ന് പറയുമ്പോൾ അത് സഫറിങ് ആണ്. എന്താ സഫറിങ്? ഈ ചിത്രങ്ങളൊക്കെ സൈഡിലുള്ളത് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അയലാൻ കുർദി അറിയാം അല്ലേ? എന്തിനാ നാട് വിട്ട് അവിടെ പോയി മണൽ കരയിൽ ഇതുപോലെ മരിച്ചു കിടക്കേണ്ടി വന്നത്? ഇസ്ലാമിക നിയമം, ഇസ്ലാമിക ഭരണം, അതിൻ്റെ മനോഹാരിത,
ഓടി രക്ഷപ്പെടേണ്ടി വന്നു ശരിയ ഭരണം കാരണം. അങ്ങനെ നീന്തിക്കയറുന്നിടത്ത് ഇതേപോലെ മരിച്ചു വീഴുന്ന അവസ്ഥ. അപ്പോൾ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, വേദന ഒഴിവാക്കാൻ വേണ്ടിയാണ്, വേദന ഇല്ലാത്തൊരു കാലം, വേദന ഇല്ലാത്തൊരു ലോകം, ഇതാണ് ഓരോ വിശ്വാസി സ്വപ്നം കാണുന്ന ആ സഫറിങ്സ് ഇല്ലാത്ത ലോകം, നമ്മളുടെ സ്വർഗം. സ്വർഗത്തിൽ എത്തിയാൽ ഉണ്ടാവുന്നത് എന്താ? അവിടെ റെഡ്യൂസ്ഡ് പെയിൻ ആൻഡ് റെഡ്യൂസ് സഫറിങ്. ഇതാണ് സ്വർഗം, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ. അപ്പോൾ എന്നാൽ ഈ പട്ടാളക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു വിടുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ പിക്ചറിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം? സ്വർഗവും കാണാം, നരകവും കാണാം അല്ലേ? നരകത്തിൽ നിന്ന് കുട്ടിയുടെ അമ്മ സ്വർഗത്തിലേക്ക് കൊടുത്തു വിടുകയാണ് കുട്ടീനെ. അതായത് സഫറിങ്സ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന്, വേദന മാത്രമുള്ള സ്ഥലത്ത് നിന്ന്, നടന്നു പോകുമ്പോൾ കാലിൻ്റെ ചുവട്ടിൽ മൈനാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റാത്തൊരു ലോകത്ത് നിന്ന്, എപ്പോഴാണ് വേദന നമ്മളെ പിടിച്ചമർത്തുക എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു നാട്ടിൽ നിന്ന് ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ആ പട്ടാളക്കാരുടെ കയ്യിലേക്ക് കൊടുത്തുവിടുന്ന അമ്മയുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? അങ്ങനെ കൊടുത്തുവിട്ട കുട്ടികൾ ഇതേപോലെ മരിച്ചു വീഴുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു റിലീജിയസ് ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ഇവിടെയല്ല. ഇവിടെ ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ വേദന കൊടുത്താലും കുഴപ്പമില്ല, മരിച്ചു വന്നു കഴിയുമ്പോൾ വേദന ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇതാണ് അവരുടെ പ്രശ്നം. ഇതിനു വേണ്ടിയിട്ട് ഈ സ്വർഗത്തിലെ ഒരു അഡീഷണൽ സാധനം മാത്രമാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നരകമാണ് അവർ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത്. സ്വർഗത്തിൽ കള്ള ഹദീസാണിത് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ മൊല്ലാക്ക ഒരു സ്ത്രീ വിളിച്ച് ചോദിക്കുകയാണ്, അതായത് അടിമയെ എനിക്ക് ഭോഗിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഒരു സ്ത്രീ ചോദിക്കുകയാണ്. അപ്പം മൊല്ലാക്ക പറയുകയാണ്, പുരുഷന് പറ്റുമല്ലോ, ഇഷ്ടംപോലെ അടിമ സ്ത്രീകളെ വെക്കാം. അപ്പോൾ സമാനമായ രീതിയിൽ ഇസ്ലാമിക് ഫെമിനിസമാണ്. അപ്പോൾ പുരുഷന് അടിമകളുണ്ട്, സ്ത്രീക്കും അടിമ, രണ്ടുപേരും സമ്പന്നരാണ്, അപ്പോൾ സ്ത്രീക്കും അടിമയുണ്ട്. ഇത് അന്നത്തെ കാലമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ അടിമ പുരുഷനെ എനിക്ക് ഭോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയും അത് പറ്റില്ല. അപ്പോൾ എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അവസാനമുള്ള തമാശ ഇതാണ്, അതായത് നിങ്ങൾ അങ്ങനെ ആ പുരുഷനെ നിങ്ങൾക്ക് ഭോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം ആ പുരുഷനെ. പക്ഷേ കല്യാണം കഴിച്ചൊരു കുഴപ്പമുണ്ട്, പിന്നെ പുരുഷൻ അടിമയല്ല, പിന്നെ ആ സ്ത്രീ അവിടെ അടിമയായിട്ട് മാറും. ഓക്കെ, ഒരു ഉൾട്ട ആവുന്ന ഒരു പ്രോസസ്സാണത്. ഒറ്റ നിമിഷം മതി, ആ താലി കെട്ടുന്നു, നിക്കാഹ് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു, അവിടെ തീരും. മഹർ കയ്യിലേക്ക് കിട്ടുന്ന നിമിഷം സ്ത്രീ അടിമയും പുരുഷൻ, ആ അടിമയായ പുരുഷൻ ഉടമയായിട്ട് മാറുന്ന ഒരു വളരെ വിചിത്രമായ മതമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം പറയുകയാണ്, എന്തിനാ സ്ത്രീകൾ ഇതിനൊക്കെ നോക്കുന്നത്? നിങ്ങൾക്ക് മരിച്ചു വന്നു കഴിയുമ്പോൾ അവിടെ നല്ല പുരുഷന്മാരില്ലേ? ആ പുരുഷൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ദ പെൻ ഈസ് ദാറ്റ് നെവർ ബെൻസ് എന്ന്. ഓക്കെ.